ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഉറക്കം എണീറ്റ പാടെ ഇങ്ങനെ പുറത്തേക്കൊക്കെ വന്ന് കുറച്ച് നേരം നോക്കി നിൽക്കാറുണ്ട്. എനിക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാനും അതുപോലെ കുറച്ച് നേരം പുറത്തേക്കൊക്കെ ഇങ്ങനെ നടക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ ഉറക്കം എണീറ്റാൽ പുറത്തേക്ക് വന്നുള്ള ഈ ഒരു നിൽപ്പ് അത് പതിവാണ് കേട്ടോ. ഇന്ന് അങ്ങനെ വന്ന് നിന്നപ്പോഴാണ് കടലിലൊക്കെ അത്യാവശ്യം വള്ളങ്ങളൊക്കെ കിടക്കുന്നത് കണ്ടത്. എന്തായാലും വെറുതെ കിടക്കുകയല്ലെന്ന് മനസ്സിലായി. അങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് വല കോരുവാണ് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് അടുക്കളയിൽ നോക്കിയപ്പോഴാണ് അമ്മ രാവിലത്തെ പണികളെല്ലാം ഒതുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം കൂടി പുറത്തിങ്ങനെ ഇരുന്നു. വാവ എണീറ്റിട്ടില്ല, അതാ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്കിന്നൊരു ഫ്രോക്ക് തയ്ക്കാനുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. കുറച്ച് നാളായി ഒരു തുണി വാങ്ങി വെച്ചിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ അത് തയ്ക്കാം. ഇതാണ് ആ മെറ്റീരിയൽ. ഇത് ഷിഫോണിൻ്റെ ഒരു ഷിഫോൺ ടൈപ്പ് ഒരു തുണിയാണ്. അപ്പോൾ ഇതിനൊരു ഫ്രില്ലൊക്കെ വെച്ചിട്ട് തയ്ക്കാന്നുള്ളതാണ്. ഒരു സിമ്പിളായിട്ട് അധികം പണികളൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്ക് തയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽ ഞങ്ങൾ പരാഗിൽ നിന്നാണ് എടുത്തത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ എടുക്കുന്നത് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്. ഇത് ലൈനിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു ന്യൂസ് പേപ്പറിൽ പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു പാറ്റേൺ വെട്ടി വെച്ചിരുന്നു, പക്ഷേ അത് ഈ ഒരു മെറ്റീരിയലിന് അത്രയും പ്രാക്ടിക്കൽ അല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു ഒതുങ്ങിക്കിടക്കാത്തൊരു ടൈപ്പ് തുണിയല്ലേ, അപ്പോൾ ഈ യോക്ക് പോർഷൻ ചെറിയതായിട്ട് വരുന്ന രീതിയിൽ എടുത്താൽ അത് അത്ര വൃത്തിയായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഞാനത് മാറ്റി വെട്ടിയെടുത്തത് കേട്ടോ. അപ്പോൾ തുണി നമ്മൾ രണ്ടായിട്ട് മടക്കിയെടുക്കുക, ആവശ്യത്തിന് വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് മടക്കിയിടുക. ഇട്ടിട്ട് ഞാൻ ഈ പാറ്റേൺ ഇതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ഒരു മുട്ട് പിൻ കൊണ്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ തയ്ക്കാൻ വേണ്ടിയിട്ട് മെഷീനൊക്കെ പിടിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് മോട്ടറൊക്കെ എടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ മോട്ടർ മെഷീനിൽ തന്നെ വെക്കാറില്ല, എന്തെങ്കിലും തയ്ക്കാനുണ്ടെങ്കിൽ മാത്രം സെറ്റ് ചെയ്യാറാണ് പതിവ്. അത് കഴിയുമ്പോൾ അതങ്ങ് അഴിച്ചു മാറ്റാറുണ്ട്. ഇനി മോട്ടറൊക്കെ വെച്ചിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ എപ്പോഴും ഒരു ചെരുപ്പ് ഉപയോഗിച്ചിട്ട് തയ്ക്കാനിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട് ചെറിയ രീതിയിൽ ഇതിനകത്ത് ഇങ്ങനെ എർത്തുള്ളതായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെരുപ്പ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ പില്ലോ സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ പിന്നെ സ്റ്റിച്ചിങ്ങിലേക്ക് കടന്നു. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഇതിനകത്ത് ഒന്നുമില്ല പ്രത്യേകിച്ച്. ബിഗിനേഴ്സിനൊക്കെ ഭയങ്കര എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡ്രസ്സാണ്. നമ്മളിപ്പോൾ തയ്ക്കാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസൊന്നും ഇടാത്തത് എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റാറില്ല, അതുകൊണ്ടാണ്. ഇത് അല്പം ഇരുന്ന് ചെയ്യേണ്ട ഒരു പരിപാടിയാണല്ലോ, അപ്പോൾ അങ്ങനെ പലപ്പോഴും പറ്റാറില്ല. ഇതിപ്പോൾ തന്നെ ഞാൻ ഒരു 11 മണിയോടടുപ്പിച്ചാണ് ഞാൻ ഈ തയ്ക്കാനിരിക്കുന്നത്. പക്ഷെ ഞാനിത് തയ്ച്ച് തീർന്നപ്പോഴേക്കും ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ടൊക്കെ തയ്ച്ചെടുക്കേണ്ട പരിപാടിയാണ് ഞാൻ ഇത്രയും സമയമെടുത്ത് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഈ സ്റ്റിച്ചിങ് വീഡിയോസിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിലുള്ള വ്യൂസും കിട്ടാറുണ്ടായിരുന്നു. സാരമില്ല, പതുക്കെ നമുക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വാങ്ങിയിരിക്കുന്നത് കരുനാഗപ്പള്ളി പരാഗിൽ നിന്നാണ് കേട്ടോ. മീറ്ററിന് 60 രൂപയെ വരുന്നുള്ളൂ. ഞാനൊരു 3 മീറ്റർ വാങ്ങിയിട്ടുണ്ട് ഈ ഒരു തുണി. പിന്നെ ലൈനിങ് ക്രേപ്പിൻ്റെ ലൈനിങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് 2.5 മീറ്റർ എടുത്തിട്ടുള്ളൂ. മീറ്ററിന് 45 രൂപ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സിന് ഞാൻ ഫ്രണ്ട് നെക്ക് കൊടുത്തിരിക്കുന്നത് സ്വീറ്റ് ഹാർട്ട് ഷേപ്പിലാണ് കേട്ടോ. അതുപോലെ തന്നെ ബാക്ക് നെക്കിന് ഒരു റൗണ്ട് ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്ലീവ് നോർമൽ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ അംബർല മെഷീൻ ഉണ്ടല്ലോ, നോർമൽ മെഷീൻ, ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഫ്രിൽസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പരിപാടി ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യൽ ഇത്തിരി വലുതായി വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. അവസാനം നൂല് കട്ട് ചെയ്യുമല്ലോ, കട്ട് ചെയ്യുമ്പോൾ അല്പം നീളത്തിന് തന്നെ കട്ട് ചെയ്യണം. എന്നിട്ട് ഈ നൂല് സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു നൂലിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഫ്രോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. മറ്റൊരു വിശേഷമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.